അങ്ങനെയാണ് നിങ്ങൾ വിളിച്ചാല് കുറെ പേര് പ്രതിഷേധത്തിന് വരുമോ? ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ 200 അധികം ആൾക്കാരാണ് കുമ്പളിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കളക്ടർ മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഓക്കെ, എണീറ്റ് വരാം. 1 2 3 4 5 6 7 8 9. മാഡം ആകെ 9 പേരിലേ കാണുന്നുള്ളൂ. അതല്ല ഉദ്ദേശം. വേണ്ടെന്ന് പറഞ്ഞതാ. വേണമെന്ന് പറഞ്ഞാല് കുറെ പേര് വന്നേനെ. ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. എന്താണ് ഇത്ര വലിയൊരു റിസ്ക് എടുക്കാൻ കാരണം? ഞങ്ങളെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അറസ്റ്റ് ചെയ്തിട്ടാകുമ്പോ ജീപ്പിൽ വെച്ചിട്ടാകുമ്പോ വെറുതെ വിടും. ബിജെപി ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഈ ഊര് ചുറ്റല് നാട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആളില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ ജീപ്പിന്റെ മുമ്പിൽ ഇരുന്ന മാഡത്തെ കാണാനില്ല. ആക്ച്വലി അവിടെ ഇന്നലെ ഇത്രക്ക് പോകുന്ന വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. നോക്കുമ്പോ അതാ മാഡം പോലീസ് ജീപ്പിന്റെ പിന്നിൽ നിൽക്കുകയാണ്. എന്താ ലക്ഷ്മി, ഞാൻ ഈ കേൾക്കുന്നൊക്കെ സത്യാണോ? ബുദ്ധിപരമായ നീക്കാണ്. മാഡം എന്തിനാ നിങ്ങള് ജീപ്പിന്റെ ബാക്കിലേക്ക് പോയെ? ജീപ്പ് എന്ത് ചെയ്തു? ബാക്കിലേക്ക് എടുത്തു. അപ്പൊ ബാക്കിൽ പോവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബാക്കിൽ വന്നു. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്നെ കൊണ്ട് തോറ്റു. ഇനി പോലീസ് ജീപ്പ് മുമ്പോട്ടും പോവില്ല, ബാക്കോട്ടും പോവില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മേഡത്തെ നോക്കി ക്യാമറകളൊക്കെ ബാക്കിലേക്ക് വന്ന് കൂടെ ഉണ്ടായിരുന്നവരും ബാക്കിലേക്ക് വന്നു. ഇപ്പൊ നിന്നെ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞാൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അണികളൊക്കെ മുമ്പിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ടാവുന്നതാണ്. വളരെ ഗംഭീര പെർഫോമൻസ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത്. ജയിച്ച MLA കൊണ്ട് ഈ നാടിന് എന്താ ഗുണം? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? അങ്ങേര് തിരുവനന്തപുരത്ത് ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. തോറ്റു കഴിഞ്ഞാൽ എന്നെ പോലുള്ളവർക്ക് ഈ നിയോജകമണ്ഡലത്തിൽ പല നല്ല കർമ്മ പരിപാടികളും ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് ആക്സലറേറ്റർ ഒന്ന് കൂട്ടുന്ന ശബ്ദം കേട്ടത്. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? എന്റെ പ്രവർത്തകന്മാർ എന്റെ കാള് സൂപ്പറാ. ഞാൻ ബാക്കിൽ വന്നപ്പോൾ എന്റെ പേപ്പറുകളാണ് വന്നത്. വണ്ടി മൂവ് ആയത് ഫ്രണ്ടിന്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. രാഷ്ട്രീയമായിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷം ഇവിടെ വരുന്നു എന്ന് പറയുന്ന അഭിമാനത്തിന് വേദനാക്കിയാൽ കേരളം മൊത്തം കത്തും. അതെ അതെ അതെ. എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. DD സതീശന്റെ അനുയായികൾ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഇത് തീർന്നില്ലേ? ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ത് ഭാഷ? കച്ചറ. കണ്ട ചേച്ചിയുടെ ധൈര്യം കണ്ട. ഇവിടുന്ന് പോകുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് കൊണ്ടുപോകണം. എങ്ങനെ വണ്ടി പോകുന്ന നോക്കട്ടെ. അങ്ങനെ വിടുന്നില്ല. MLA സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടെങ്കിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. ജയിക്കാറില്ല എന്ന് വെച്ച് സ്വാധീനത്തിന് ഒരു കുറവില്ല. എല്ലാം ഇതിനകത്താ. പിന്നല്ല പോലീസ് ജീപ്പ് അവിടെ പോണതൊന്ന് കാണട്ടെ. എന്തിനാണോ ചേച്ചി ജീപ്പിന്റെ പിന്നീന്ന് തള്ളണത്? പുതിയ സമര രീതി ആയിരിക്കും അല്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പോയെങ്കിലും സമരം നടത്തിയവരൊക്കെ ഏറിപ്പോയെങ്കിലും ഇതിലൊന്നിലും തളർന്നു പോകുന്നവരല്ല ജീമാരി. ശുഭക്കർക്ക് വേണ്ടി അല്ല മഹാനായ സവർക്കർക്ക് വേണ്ടി അടുത്ത സമരമുറയുമായി ജീമാർ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.